ഹല്ലേലൂയ. ചൂടുള്ള കാലാവസ്ഥയാണ് അല്ലേ? ഇരിക്കാനും എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വളരെ വേഗം നമുക്ക് നമ്മുടെ ചിന്തകളിലേക്ക് കടക്കാം. വീണ്ടും ഒരു നല്ല ദിവസം കൂടി കർത്താവ് നമുക്ക് വേണ്ടി നൽകിയല്ലോ വചനം ചിന്തിക്കാനായിട്ട്. ഹല്ലേലൂയ. ഈ നാളുകളിൽ നമ്മൾ ആത്മീകമായി വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ശരിയാണോ? വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ ദൈവരാജ്യത്തിൽ വീണ്ടും ജനിക്കപ്പെട്ടവരാണ്. ജനിച്ചാൽ മാത്രം പോരാ, നമ്മൾ വളരുകയും വേണം. ഹല്ലേലൂയ. അതിന് സഹായിക്കുന്ന ക്ലാസ്സുകളാണ് ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്നതെന്നാണ് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്. അതിൻ്റെ ഒരു 5ാമത്തെ 6ാമത്തെ പാർട്ടിലോട്ടൊക്കെ നമ്മൾ വന്ന് നിൽക്കുകയാണ്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു എന്ന് യേശു യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ പറയുന്നതായി നമുക്ക് കാണാം. ശരിയാണോ? ശരിയാണോ? എൻ്റെ ആടുകൾ എന്ത് ചെയ്യുന്നു? എൻ്റെ ശബ്ദം കേൾക്കും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മൾ യേശുവിൻ്റെ ആടുകളാണോ? ചോദ്യം. ആണോ അല്ലയോ? ആണ്. ശബ്ദം കേൾക്കുന്നുണ്ടോ? 2ാമത്തെ ചോദ്യം. കേൾക്കണം. ഇല്ല. ഇല്ല. ഓക്കെ, നമുക്ക് കേൾക്കണം കേട്ടോ. പല രീതിയിൽ ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അത് കേട്ടേ മതിയാകൂ. യേശുവിൻ്റെ ആടുകളാണ് നമ്മളെങ്കിൽ യേശുവിൻ്റെ ശബ്ദം കേൾക്കണം. അല്ലെങ്കിൽ നമ്മൾ ആടുകളല്ല, യേശുവിൻ്റെ ആടുകളല്ല. അപ്പോൾ താൻ തീർച്ചയായും ആഗ്രഹിക്കുന്നതായിരിക്കില്ലേ എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കണമെന്ന്? തീർച്ചയായും ആഗ്രഹിക്കും. ശബ്ദം കേട്ടാൽ മാത്രമേ നമുക്ക് ഇടയനെ തെറ്റാതെ അനുഗമിക്കാനായിട്ട് സാധ്യമാവുള്ളൂ. നിങ്ങൾക്ക് ഒരു ആട്ടിൻകൂട്ടത്തെ നോക്കി അറിയാം അല്ലേ? ഇടയൻ്റെ ശബ്ദം കേൾക്കാത്ത ആടുകളാണെങ്കിൽ കൂട്ടം തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? പതിയിരിക്കുന്ന ദുഷ്ടമൃഗങ്ങൾ കൊണ്ടുപോകും. ഹല്ലേലൂയ. മനസ്സിലായോ? അപ്പം നമ്മൾ ഈ ശബ്ദം കേട്ടില്ലെങ്കിൽ എന്ത് പറ്റും? വഴി തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. വഴി തെറ്റിയാലോ ദുഷ്ടമൃഗങ്ങൾ കൊണ്ടുപോകാനുള്ള സാധ്യതയും ഉണ്ട്. ദുഷ്ടമൃഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റും പതിയിരിക്കുന്ന, നമ്മളെ എപ്പോൾ തള്ളിയിടാമെന്ന് ചിന്തിച്ചിരിക്കുന്ന, അലറുന്ന സിംഹത്തെ പോലെ ഒരു പണിയില്ലാതെ ചുറ്റി നടക്കുന്ന പിശാചുണ്ട് അല്ലേ? ശത്രുവാണ് നമ്മുടെ. അവൻ എന്ത് ചെയ്യും? നമ്മൾ ദൈവശബ്ദം കേട്ട് നടന്നില്ലെങ്കിൽ വഴിയിൽ വെച്ച് അവൻ ആക്രമിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ദൈവശബ്ദം നമ്മൾ കേട്ടേ മതിയാകൂ. ദൈവം എന്താണ് നമ്മളോട് ഓരോ ദിവസവും സംസാരിക്കുന്നതെന്ന് അറിഞ്ഞേ മതിയാകൂ. എന്താണ് നമ്മൾ യേശുവിന് വേണ്ടി ഓരോ ദിവസവും ചെയ്യേണ്ടതെന്നും നമ്മൾ അറിഞ്ഞേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഈ നാളുകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദർശനങ്ങളെക്കുറിച്ചാണ്. ശരിയാണല്ലോ? അപ്പോൾ 1ാമത്തെ ഭാഗത്തിൽ നമ്മൾ ചിന്തിച്ചല്ലേ എന്തുകൊണ്ട് നമുക്ക് ദർശനങ്ങളെ കാണാൻ കഴിയുന്നില്ല, കഴിയാത്ത അവസ്ഥ എന്തുകൊണ്ടാണ്, അതിന് പരിഹാരങ്ങൾ എന്താണ്, അതൊക്കെ നമ്മൾ 2 ഭാഗങ്ങളിൽ ചിന്തിച്ചു. പിന്നെ 3ാമത്തെ ഭാഗത്തിൽ നമ്മൾ ചിന്തിച്ചത് 4 ടൈപ്പിലുള്ള വിഷൻസ് ഉണ്ടെന്ന് നമ്മൾ ചിന്തിച്ചല്ലേ. ഓപ്പൺ വിഷൻ, ട്രാൻസ് എക്സ്പീരിയൻസ് ഉണ്ട്, ഇമേജസ് ഉണ്ട്, അനുഭവിക്കാൻ കഴിയുന്നവയുണ്ട്, ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ 1ാമത്തെ ഭാഗമായ ചിത്രങ്ങളിലൂടെ ദൈവം എങ്ങനെയാണ് നമ്മളെ കാണിക്കുന്നതെന്ന് ചിന്തിച്ചു. യൂട്യൂബിൽ എന്നെ കാണുന്നവർ ആദ്യമായാണ് നിങ്ങൾ ഇത് കാണുന്നെങ്കിൽ പിന്നിലുള്ള വീഡിയോകളെല്ലാം തന്നെ യൂട്യൂബിലുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. നിങ്ങളത് കാണുക കേട്ടോ. കണ്ടിട്ട് ഇതിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാകാനായിട്ട് ഇടയായിത്തീരും. ദൈവം നിങ്ങളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ നാളുകളിൽ ആത്മീയമായി വളരുവാൻ ഈ വീഡിയോകളൊക്കെ ദൈവം നിങ്ങളുടെ അടുക്കൽ എത്തിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒത്തിരി പേർ എന്നെ വിളിച്ചു, പക്ഷെ ഒത്തിരി പേർക്ക് എന്നെ കിട്ടിയിട്ടുമില്ല. കാരണം ഞാൻ മീറ്റിങ്ങിനിടയിലായിരിക്കുമ്പോഴാണ് നിങ്ങൾ വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന ആ നമ്പറിലേക്ക് എന്നെ വാട്സപ്പ് ചെയ്ത് നിങ്ങൾ അറിയിച്ചാൽ ഞാൻ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴെങ്കിലും വൈകിയായാലും ഞാൻ അതിന് മറുപടികൾ അയക്കുന്നതാണ്. ഈ വിളിക്കുന്ന സമയത്ത് ഒരുപക്ഷെ എനിക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ ആകെ ഫ്രീ ആയിരിക്കുന്നത് തിങ്കളാഴ്ച ദിവസമാണ്. തിങ്കളാഴ്ച ദിവസം 10 മണി മുതൽ 12 മണി വരെ, ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്ക് ശേഷം ഒരു 6 മണി മുതൽ 10 മണി വരെ ഒക്കെയാണ് ഞാൻ ഫ്രീ ആയിരിക്കുന്നത്. ആ സമയത്ത് വിളിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ കോളുകൾ എനിക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ മീറ്റിംഗ് ഉള്ളപ്പോഴാണ് നിങ്ങൾ വിളിക്കുന്നത്. കൂടുതൽ കോളുകളും ഈ സാറ്റർഡേ സൺഡേസിലാണ് വരിക. നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയങ്ങളാണ്. പക്ഷേ ഞാൻ ഒട്ടുമേ അന്ന് ഫ്രീ അല്ല. നിങ്ങൾ ദയവായി ക്ഷമിക്കുക. ഞാൻ മനഃപൂർവ്വം കോളുകൾ എടുക്കാത്തതല്ല. എല്ലാവരെയും ആത്മീയമായി വളരുവാൻ സഹായിക്കാൻ ഒത്തിരി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഹല്ലേലൂയ. അപ്പോൾ വരുന്ന ദിവസങ്ങളിലൊക്കെ തീർച്ചയായും നമുക്ക് സമയം ക്രമീകരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടന്നു വരാം. ഇന്ന് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് 2 കാര്യങ്ങളാണ്. എത്രത്തോളം കഴിയുമെന്ന് എനിക്കറിയില്ല. ഓപ്പൺ വിഷനും ട്രാൻസ് എക്സ്പീരിയൻസും. നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ദർശനങ്ങളെ പറ്റിയും ആത്മാവിവശതയെ പറ്റിയൊക്കെ ഇന്ന് പഠിക്കാനായി ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ, ക്രിസ്തീയ വിശ്വാസികളെല്ലാവരും തന്നെ
എളുപ്പത്തിൽ എങ്ങനെ കാര്യം നടക്കുമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എല്ലാ മനുഷ്യരും അങ്ങനെയാണ്, ശരിയല്ലേ? എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു കാര്യം നടക്കുക. ഏറ്റവും നമുക്കിഷ്ടം കുക്ക് ചെയ്ത കറികൾ കിട്ടുന്നതാണ്, ശരിയാണോ? ആ, ഇഷ്ടമാണ്. സത്യം പറഞ്ഞതിനായി നന്ദിയോട് സ്തോത്രം. എനിക്കും കുക്ക് ചെയ്ത് ആരെങ്കിലും തരാമെങ്കിൽ കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇനിയും കുറച്ചുകൂടി പ്രയാസമാണ്, നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് തന്നാൽ വെക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമാണ്, അല്ലേ? വെക്കാനായിട്ട് എളുപ്പമാണ്. ഇനി പച്ചക്കറി മുഴുവനായിട്ട് കൈ തന്നാലും അത് അത്രയും കട്ട് ചെയ്തല്ലേ, അത്രയും പ്രയാസമാണ്. നമുക്കത് കുക്ക് ചെയ്ത് എന്ത് ചെയ്യണം, പിന്നെ കറിയാക്കണം, പിന്നെ കഴിക്കണം. ഇനി ഒരു വിത്തെടുത്ത് കയ്യിലോട്ട് അങ്ങോട്ട് തന്നാലോ, വിത്തിട്ട് വെള്ളം ഒഴിച്ച് മുളപ്പിച്ച് പിന്നെ പച്ചക്കറി ഉണ്ടാക്കി കഴിക്കണം, അല്ലേ? ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കട്ടെ. ഈ കുക്ക് ചെയ്ത് ഫുഡായിട്ട് തരുന്ന രീതി ദൈവരാജ്യത്തിലില്ല. നമ്മൾ കുറച്ച് സ്ട്രഗിൾ എടുക്കാൻ തയ്യാറായാലേ ഈ ഒരു ആത്മീയമായിട്ട് വളരാൻ നമുക്ക് പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ കുക്ക് ചെയ്ത് ദൈവം നിങ്ങളുടെ കയ്യിൽ തന്നു കഴിഞ്ഞാലും നമുക്കൊരു വില ഉണ്ടാവില്ലെന്ന്. മനസ്സിലായോ? എല്ലാം ഇങ്ങനെ കർത്താവ് ചോദിച്ച ഉടനെ തരയാണെങ്കിൽ നമുക്കതിനകത്ത് എന്തെങ്കിലും ഒരു വില ഉണ്ടാവുമോ? ഇല്ല. കർത്താവേ എനിക്ക് പരിശുദ്ധാത്മാവിനെ തരണേ, നാളെ പരിശുദ്ധാത്മാവിനെയും കിട്ടി, ഞാൻ പിന്നെ പരിശുദ്ധാത്മാവിനെ തിരിഞ്ഞു പോലും നോക്കില്ല. കാരണം എന്താണ്? ഞാൻ അതിലൊന്നും ചെയ്തില്ല, അല്ലേ? അതുകൊണ്ടാണ് പല കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രാർത്ഥിച്ച ഉടനെ കർത്താവ് തരാത്തത്. അത് ഗിഫ്റ്റുകളായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നിങ്ങൾ ദൈവത്തോട് അടുത്തു വന്ന് നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് വളർന്നു വരാൻ പറ്റത്തുള്ളൂ. നമ്മൾ കുറച്ച് ഒന്ന് കഷ്ടപ്പെടാനായിട്ട് തയ്യാറാവണം. എന്ത് കാര്യത്തിനും കഷ്ടപ്പാടുണ്ടില്ലേ? ഉണ്ട്. എന്ത് ചെയ്താലും കഷ്ടപ്പാടുണ്ട്, ഏത് ജോലിയിലുമുണ്ട്. അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമ്മൾ വന്നിരിക്കുകയും പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും ധ്യാനിക്കുകയും ഒരല്പം സ്ട്രഗിൾ ചെയ്യാനായിട്ട് തയ്യാറാവുകയും ചെയ്താലേ നമുക്ക് മുന്നിലോട്ട് കയറി വരാനായിട്ട് പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലോട്ട് കർത്താവ് ഈ പച്ചക്കറി തരികയാണ്. അത്രയും കാര്യം ചെയ്യുന്നുണ്ടല്ലേ? നിങ്ങൾ നട്ട് വളർത്തിയെടുക്കണ്ട, ഇപ്പോൾ ഇത് തന്നുകൊണ്ടിരിക്കുക. ഇനി നമ്മളത് എന്ത് ചെയ്യണം? കട്ട് ചെയ്ത് കുക്ക് ചെയ്ത് നിങ്ങൾ കഴിക്കണം. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ വിത്തിട്ട് വളർത്തണ്ട. കാരണം എന്താ? ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നിട്ട് പ്രാപിച്ചതിനെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ശരിയാണല്ലോ? അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പമായില്ലേ? പിന്നെ ഇനി എന്ത് ചെയ്താൽ മതി? നമ്മുടെ കരങ്ങളിലോട്ട് കിട്ടുന്ന ഈ പച്ചക്കറി അങ്ങോട്ട് കട്ട് ചെയ്ത് വേവിച്ച് നിങ്ങൾ കഴിക്കണം. അത്രയും ഒരു കാര്യം ചെയ്യണം. ഹല്ലേലൂയ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അനുദിനം കർത്താവിനോട് ചേർന്നിരിക്കണം. എന്നോടൊരു സഹോദരൻ ചോദിച്ചു, സിസ്റ്ററെ, എനിക്ക് കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, കൊച്ചു കുട്ടികളാണ്, ജോലിയുണ്ട്, എനിക്ക് ദൈവത്തോട് ചേർന്നിരിക്കാൻ കഴിയുമോ? നിങ്ങൾ പറഞ്ഞേ. ജോലിയുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളാണ്, ഭാര്യയെ സഹായിക്കണം, അല്ലയോ? വൈകിട്ട് വന്നാലും സഹായിക്കണം, രാവിലെ സഹായിച്ചിട്ടേ പോകാൻ പറ്റും. ജോലിയുമുണ്ട്, ദൈവത്തോട് ചേർന്നിരിക്കാനും പ്രാർത്ഥിക്കാനും ചേർന്ന് നടക്കാനും കഴിയുമോ? കുഞ്ഞുങ്ങളും കുടുംബമൊക്കെ ഉള്ള ഒരാൾക്ക് പറ്റും. ഹല്ലേലൂയ. അതിനൊരു എക്സാമ്പിളാണ് നമ്മുടെ ബൈബിളിലുള്ള ഹാനോക്ക്. ഹാനോക്കിനെ അറിയാമോ? നമുക്കൊന്ന് വായിച്ചാലോ? ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം. സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്തു പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ച ആരെങ്കിലും വായിച്ചു. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലഹിനെ ജനിപ്പിച്ചു. അതിനുശേഷം ദൈവത്തോടു കൂടെ നടക്കുകയും ചെയ്തു. മതി. 300 സംവത്സരം ഹാനോക്ക് ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഹാനോക്ക് എന്ത് ചെയ്തു? ഒരു കുടുംബജീവിതം നയിച്ചല്ലേ? കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കിയില്ലേ? ഭാര്യയുടെ കാര്യം നോക്കിയില്ലേ? എന്നിട്ട് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു. അപ്പോൾ 300 വർഷം. നമുക്ക് എത്ര വർഷം കിട്ടും ദൈവത്തോടു കൂടെ നടക്കാനായിട്ട്? 30 കിട്ടോ? ചോദ്യമാണ്, അല്ലേ? നമ്മൾ ദൈവമക്കളാണല്ലേ? ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ തൊട്ട് ഞാൻ നെല്ലിമുടി വരെ പോയി, നിങ്ങൾ എൻ്റെ കൂടെ വന്നു, അതാണോ ഉദ്ദേശിക്കുന്നത്? അല്ല. പിന്നെന്താണ് കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ? ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ
എന്ന് പറഞ്ഞാൽ ആഴമായ ഒരു ബന്ധം, ഡീപ്പ് ഫെലോഷിപ്പ് എന്നാണ് നമ്മളത് ഇംഗ്ലീഷിൽ വായിക്കുന്നത്. ആഴമായ ഒരു ബന്ധത്തിൽ ആയിരിക്കുക, ദൈവത്തോടു കൂടെ നടക്കുക എന്ന് പറയും. അത് നിങ്ങൾ ജോലി ചെയ്യാൻ പോയാലും, മക്കളെ നോക്കിയാലും, കുടുംബജീവിതം നയിച്ചാലും, നിങ്ങൾ എന്ത് തന്നെ ചെയ്തിരുന്നാലും നിങ്ങൾക്ക് ദൈവത്തോടു കൂടെ നടക്കാം. കാരണം എന്താണ്? ദൈവം എപ്പോഴും നമ്മളോട് കൂടെയുണ്ട്. നമ്മളാണ്, മനസ്സിലായല്ലോ, ഈ ലോക ജീവിതത്തിലോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ മറന്നു പോകുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കുക, നമ്മൾ ആത്മാവാണെന്ന് മനസ്സിലാക്കുക. ദൈവം ആത്മാവാകുന്നു. ദൈവത്തിൻ്റെ മക്കളായ നമ്മളെല്ലാവരും തന്നെ എന്താകുന്നു? ആത്മാവാകുന്നു. നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത് ഒരു ശരീരത്തിലാണ്. ഈ ശരീരമല്ല നമ്മൾ. ദൈവം എൻ്റെ കൂടെയുണ്ട്. ആത്മാവായ ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ഞാനും ദൈവവും ഒന്നായി തീർന്നിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ട്? ആ ഒരു ബോധ്യം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ നിങ്ങൾക്ക് പറയുന്നത്? ആ ഒരു ബോധ്യം എൻ്റെ ഉള്ളിലുണ്ടെങ്കിലേ നിങ്ങൾക്ക് ദൈവത്തോട് കൂടെ ചേർന്ന് വസിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് അതായിരിക്കണം. ഞാൻ ഒരു ആത്മാവാണ്, ഈ ജഡമല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പക്ഷെ നമുക്ക് ആ ബോധ്യമില്ല. മനസ്സിലാവുന്നുണ്ട്? എന്തുകൊണ്ട് നമുക്ക് ദൈവത്തോട് കൂടെ നടക്കാൻ പറ്റുന്നില്ലെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ശരീരമാണെന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ശരീരമല്ല നമ്മൾ. ആത്മാവിനെ കാണാൻ പറ്റില്ല, ശരിയാണല്ലോ? നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് ഭൂമിയിൽ ദൃശ്യമാകണമെങ്കിൽ ഇങ്ങനെ ഒരു ഭൗതിക ശരീരം എനിക്ക് വേണം. അതുകൊണ്ടാണ് ദൈവം ഇത് തന്നിരിക്കുന്നത്, കേട്ടല്ലോ. എന്ന് പറഞ്ഞ് നമ്മൾ ഇതല്ല, ഞാൻ ആത്മാവാണെന്നും ആത്മാവായ ദൈവം എന്നിൽ വസിക്കുകയാണെന്നുമുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ വന്നാൽ നമുക്ക് ആ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കാനായിട്ട് പറ്റും. നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഫുഡ് കഴിക്കുമ്പോഴും ബൈബിൾ വായിക്കുമ്പോഴും എഴുതുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഒക്കെയും നമ്മൾ ഈ സാന്നിധ്യ ബോധത്തിൽ ആയിരിക്കണം. നമ്മൾ ആത്മാവിൽ വളരേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. അതില്ലാതെ നമുക്ക് ആത്മാവിൽ വളരാൻ പറ്റില്ല. നമ്മുടെ മനസ്സിനെ പറഞ്ഞത് പഠിപ്പിക്കണം. നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കണം, ഞാൻ ആത്മാവാണ്, ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു, പറഞ്ഞുകൊണ്ട് നടക്കണം. അല്ലല്ലേ? പറഞ്ഞ് നമ്മുടെ അകത്തെ മനുഷ്യനെ നമ്മൾ ബോധ്യമുള്ളവരാക്കി തീർക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇന്ന് മുതൽ ശ്രമിക്കാമല്ലോ അതിന്, അല്ലേ? ശരി, നമ്മളിന്ന് പുതിയ കാര്യം പഠിക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മളിന്ന് ഓപ്പൺ വിഷൻസ് പഠിക്കുകയാണ്, ട്രാൻസ് എക്സ്പീരിയൻസ് പഠിക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് കടന്നു വരണം. അവിടാണ് നമ്മളത് പഠിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം കേട്ടോ. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തല പ്രവൃത്തികൾ, അതിൻ്റെ 10 എടുത്തോളൂ. അതിൻ്റെ 1 മുതലുള്ള വാക്യം നമുക്ക് വായിക്കണം. എത്രത്തോളം തീർക്കാൻ കഴിയുമെന്ന് അറിയില്ല, കഴിയുന്നത് അത്രയും പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. കിട്ടിയോ? അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം കിട്ടിയോ? കിട്ടി. വായിക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ബൈബിളിലൊന്ന് ശ്രദ്ധിച്ചോളൂ. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 10. കൈസരിയയിൽ ഇത്താലിക എന്ന പട്ടണത്തിൽ കൊർന്നല്യോസ് എന്നു പേരുള്ള ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തൻ്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തു എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ അടുത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. ഇത്രയും മനസ്സിലായി? ഇത്രയും ഇതുകൊണ്ട് നമുക്ക് പഠിച്ചോളാം. അപ്പോൾ കൈസരിയിൽ ഇറ്റാലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു കേട്ടോ. പട്ടാളത്തിലെ ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്തായിരുന്നു? പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ ഇപ്പം എപ്പോഴാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്? 9-ാം മണി നേരം. 9-ാം മണി നേരം എന്ന് പറഞ്ഞാൽ രാത്രിയാണോ? ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ. പകൽ ഏകദേശം 9-ാം മണി നേരം എന്ന് പറഞ്ഞാൽ എന്താ? യഹൂദന്മാരുടെ 9-ാം മണി എന്ന് പറഞ്ഞാൽ 3 മണിയാണ്. 3 മണി സമയം കേട്ടോ. ഈ 3 മണി സമയത്ത് ഉച്ച കഴിയുന്ന സമയം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദർശനത്തിൽ എന്ത് കാണുകയാണ്? ഒരു ദൈവദൂതൻ
തൻ്റെ അടുക്കൽ വരുന്നത് സ്പഷ്ടമായി കണ്ടു. ഇങ്ങനെ ഉണ്ടാകുന്ന വിഷൻസ്, ഇതിനെയാണ് നമ്മൾ ഓപ്പൺ വിഷൻസ് എന്ന് പറയുന്നത്. അല്ലെ, കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന വിഷൻസ്. ഈ പട്ടാളക്കാരൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരാളല്ല. മനസ്സിലാവുന്നുണ്ടോ? പരിശുദ്ധാത്മാവിൽ നിറയാത്ത ഒരാളെയും ദൈവം ദർശനം കാണിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ദൂതൻ തൻ്റെ അടുക്കലേക്ക് വരുന്നത് സ്പഷ്ടമായി കണ്ടു എന്ന് പറഞ്ഞാൽ ഒരു നിഴലല്ല അത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ചിലപ്പോൾ അവിടെ ദൂതൻ നിൽക്കുന്നു, ഇവിടെ പിശാചിൻ്റെ നിഴല്, ഇങ്ങനെയൊക്കെ പറയും, ചിരിക്കുന്നു. കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. ദർശനത്തിൽ ഇങ്ങനെ ഓപ്പൺ വിഷൻ നമ്മൾ ഉണ്ടാകും. ഇങ്ങനെയൊന്നും അല്ല നമ്മൾ കാണുന്നത്. ഒരു നിഴല് പോലെയോ അല്ലെങ്കിൽ ഒരാൾ നിൽക്കുന്ന പോലെ അങ്ങനെയൊന്നും ഒരിക്കലും നമ്മൾ കാണില്ല. അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ തന്നെ തോന്നലാണ്. അവിടെ ഒരു പൈശാചിക രൂപത്തിൻ്റെ നിഴൽ കണ്ടു, ഇങ്ങനെയൊന്നും അല്ല ദൈവം കാണിക്കുന്നത്. പിശാചിനും അങ്ങനെയൊന്നും കാണിക്കാനായിട്ട് പറ്റില്ല. വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. നമ്മൾ ദൈവം ഒരു കാര്യം കാണിക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് കാണിക്കും, എല്ലാ കാര്യങ്ങളും, കേട്ടോ. അപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരു നിഴൽ ഇങ്ങനെ പോയതുപോലെ, അല്ലെങ്കിൽ നേരത്തെ മനസ്സിൽ പതിഞ്ഞു പോയ ചില രൂപങ്ങൾ ഇങ്ങനെയൊക്കെ നമ്മൾ കാണുന്നതുണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾ ആരെയും കാണാറുണ്ടോ? ഇല്ല. ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇനി യൂട്യൂബിൽ ആരെങ്കിലും അങ്ങനെ കാണുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഞാൻ അതല്ല ഇതൊന്ന് പറഞ്ഞു തരാനായിട്ട് ഒരു സംഭവം പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ ചില സ്ഥലങ്ങളിൽ നോക്കുമ്പോൾ നമുക്കുള്ളതുപോലെയൊക്കെ അങ്ങ് തോന്നും. അങ്ങനെ തോന്നുന്നവരുണ്ട്, അങ്ങനെ കണ്ടവരെന്നെ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും കൂടെ ഉള്ള ഒരറിവിലേക്കായി പറയുക, കേട്ടോ. എനിക്ക് ഇവിടെ പേർഷ്യൻ ക്യാറ്റ്സ് ഉണ്ടായിരുന്നു, കുറച്ച് പൂച്ചകൾ, പേർഷ്യൻ പൂച്ചകളുണ്ടായിരുന്നു. നിറയെ മുടിയൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള പൂച്ചകളാണ്, കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരുമായിട്ട് വലിയ കമ്പനിയായിരുന്നു ഞാൻ. എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു അവരെ. ഞാനാണ് എല്ലാ ദിവസവും അതിനെ പോയി ചീകണം, വൃത്തിയാക്കണം, ഒത്തിരി കാര്യങ്ങൾ അത് ചെയ്യണം. സാധാരണ പൂച്ച പോലെ നമുക്ക് ആ പൂച്ചകളെ വളർത്താൻ പറ്റില്ല. വളരെ ഭംഗിയായി അതിനെ നോക്കിയെങ്കിലേ പറ്റത്തുള്ളൂ. ഭംഗിയായി നോക്കണം, അതിൻ്റെ ഐ ക്ലിയർ ചെയ്യണം, അതിൻ്റെ ചെവി വൃത്തിയാക്കി കൊടുക്കണം, വളരെ ഭംഗിയായിട്ട് അവരെ നോക്കണം. ചേച്ചിക്ക് അറിയാമല്ലേ, ഇവിടെ കണ്ടിട്ടുണ്ട്, ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേർക്ക് അറിയാം. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം അതിനെ നോക്കുകയും അതുമായിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് ഞാൻ വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ ഒത്തിരി നമ്മളങ്ങനെ സ്നേഹിക്കുമല്ലോ, നമ്മൾ പെറ്റ്സിനെയൊക്കെ വളർത്തുമ്പോൾ. അങ്ങനെ വളർത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം എനിക്ക് മനസ്സിലായി, ഇതിനെ ഇങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നാൽ ദൈവവുമായിട്ട് ഇരിക്കാനുള്ള എൻ്റെ സമയത്തെ ഇത് കളഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, അപ്പം ഇതിനെ സ്നേഹിക്കുന്ന ഒരാളിവിടെ കൊണ്ടുവന്നിട്ട് ഇതിനെല്ലാം കൊണ്ടുപോകണം. സാധാരണ വിൽക്കാനിരുന്നാൽ ഓരോ പൂച്ചയായിട്ട് ആൾക്കാർ കൊണ്ടുപോകത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എന്ത് ചെയ്യണം, ഇതിനെ സ്നേഹിക്കുന്ന ഒരാൾ ദൈവം അയച്ചിട്ട് ഇതിനെല്ലാം ഇവിടെ നിന്ന് കൊണ്ടുപോകണം. തൊട്ടടുത്ത ആഴ്ച ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ 7-ാം ദിവസം ഇവിടെ ഒരു കുടുംബം വന്നിട്ട് പറഞ്ഞു, പൂച്ചയെ വിൽക്കാനുണ്ടോ? അതേ ഉണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം, പൂച്ചയെ കൊടുക്കണം. ഞാൻ പറഞ്ഞു, മുഴുവനായിട്ട് കൊണ്ടുപോകാം, പിന്നെ കൂടുൾപ്പെടെ കൊണ്ടുപോകാം. അവന് ദൈവം തന്നെ പറഞ്ഞു വിട്ടതാണ്. സ്തോത്രം, കൂടുൾപ്പെടെ അതിനെ കൊടുത്തു. അതൊക്കെ പോയി, കേട്ടോ. അപ്പോൾ ഇവർ ഈ വീട്ടിലായിരിക്കുമ്പോൾ അതൊന്നും അല്ല ഞാൻ പറയാൻ വന്നത്. ഇവർ എൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ ഞാൻ ഇവരെ തുറന്നു വിടും. ആ ഒരു സമയത്ത് ഞാൻ മാത്രമേ കാണാം, കൂട്ടിലാണ് അടച്ചിനെ വളർത്തുന്നത്. തുറന്നു വിടുന്ന സമയത്ത് കിച്ചണിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ അവരെല്ലാം എന്ത് ചെയ്യുമെന്ന് അറിയാമോ, എൻ്റെ അവിടെ ചെയറുണ്ട്, അതിനടിയിലോട്ട് ഈ പൂച്ചകൾ അങ്ങനെ വന്ന് കിടക്കും. ഞാൻ ജോലി ചെയ്യുന്നതെല്ലാം നോക്കി അവരങ്ങനെ കിടക്കുക. എപ്പോഴും എൻ്റെ കൂടെ തന്നെ അവർ കാണും. ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് ഇവരെ തിരിച്ച് കൂട്ടിലാക്കിയിട്ടാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ ഈ പൂച്ചകളെല്ലാം കൊടുത്തു കഴിഞ്ഞല്ലോ. പിറ്റേ ദിവസവും ഞാൻ അടുക്കളയിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അയ്യോ പൂച്ച അവിടെ കിടക്കുന്നു, ചവിട്ടരുത്. മനസ്സിലാവുന്നില്ല, ഇത് പോയല്ലോ. അപ്പം പിന്നെ ഏത് പൂച്ച അവിടെ കിടക്കുന്നു? ഹൃദയത്തിൽ അങ്ങ് ഇമേജായിട്ട് പതിഞ്ഞു പോയി അവിടെ കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അയ്യോ അവിടെ കിടക്കുന്നു, അയ്യോ ചവിട്ടരുത്, അതാ പൂച്ചയുടെ വാലി. ഇങ്ങനെ കാലെത്തിയൊക്കെ ചാടിപ്പോകാൻ തുടങ്ങി. കാരണം അതങ്ങനെ കിടക്കും. ഒത്തിരി ചവിട്ടും പറ്റിയിട്ടുണ്ട് അതിന്. മനസ്സിലായി? കാലിനടുത്തേ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ വന്ന് കിടന്നാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ എടുക്കാൻ പോകുമ്പോൾ ഓരോ ചവിട്ടൊക്കെ ഇടയ്ക്ക് കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. അത് കീ എന്ന് വിളിച്ച് പാവും, പിന്നെയും അപ്പുറത്തെ സൈഡിൽ വന്ന്. അപ്പോൾ ഇത് പിന്നെ എനിക്ക് അത് ഉണ്ട് എന്നുള്ള ഒരു കാര്യം എനിക്ക് ഇങ്ങനെ തോന്നുകയും ഞാൻ ആ ഇമേജിനെ അവിടെ കാണുകയും ചെയ്തു. അതെന്തുകൊണ്ടാണ്? മനസ്സിൽ പതിഞ്ഞു പോയ ചില ചിത്രങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റില്ല. അത് പിന്നെയും നമ്മൾ കാണും. അത് ഭയങ്കര വിഷയമാണ്, കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ എപ്പിസോഡിലൊക്കെ പറഞ്ഞത്, വേണ്ടാത്ത ചിത്രങ്ങളൊക്കെ കാണുന്നവർ എന്ന് പറഞ്ഞാൽ, നഗ്ന ചിത്രങ്ങളൊക്കെ കാണുന്നവർ തുറന്നങ്ങ് പറയുക. യൂട്യൂബിൽ എന്നെ കാണുന്നവർക്ക് അത് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ കണ്ടുപോയവർക്ക് അത് വീണ്ടും വീണ്ടും അവരുടെ കൺമുന്നിലേക്ക് വന്ന് കയറും. ഒരിക്കലും അവർക്ക് അതിൽ നിന്നൊരു ഫ്രീഡം കിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ?
അപ്പം അവർ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണണ്ട, ഈ റൂട്ടിലൊന്നും പോകണ്ട, വൃത്തികെട്ട ചിത്രങ്ങൾ എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ചാലും അവർ കണ്ണടച്ചാൽ എന്ത് വരും? ആ ചിത്രം വരും. അവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിനകത്ത് കൂടി പ്രവേശിക്കുന്ന ചില ഈവിൾ സ്പിരിറ്റ്സ് ഉണ്ട്, ദുഷ്ടാത്മാക്കൾ. അത് പിന്നെ ഇവനെ വിടത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ പാപം എല്ലാം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ദുഷ്ടാത്മ മണ്ഡലമുണ്ട്. ആ ഈവിൾ സ്പിരിറ്റ് കൂടെ ഇവൻ്റെ അകത്ത് കയറിയിട്ട് ഇവനിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇവനത് കാണാതിരിക്കാൻ പറ്റില്ല. എത്ര അമ്മമാരാ എന്നെ വിളിക്കുന്നതെന്ന് അറിയാമോ? ദിവസവും മക്കളുടെ ഇങ്ങനെയുള്ള ഈ ഫോൺ അഡിക്ഷൻ, ഫോണോഗ്രഫി, ഫോൺ ഉപയോഗിച്ച് വേണ്ടാത്തത് കണ്ട് 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 മണിക്കൂറുകൾ ഇരിക്കുന്നു. അവർ കഴിയുന്നില്ല ഇതിൽ നിന്ന് പുറത്തു വരാനായിട്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവൻ്റെ അകത്ത് ഈ പിക്ചറുകളെല്ലാം പതിഞ്ഞു കിടക്കുകയാണ്. ദൈവത്തിന് ഒന്നും തന്നെ അവനെ കാണിക്കാൻ പറ്റില്ല. അവൻ ദൈവത്തോട് അടുത്ത് വരികയില്ല. അങ്ങനെയുള്ളവർക്ക് ആദ്യം വേണ്ടത് ഒരു ഡെലിവറൻസ് ആണ്. അങ്ങനെയുള്ളവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആത്മാവിൽ ആരാധിക്കുന്ന ഏതേലും സ്ഥലത്ത് പോവുകയും ഒരു അഭിഷിക്തയോ കണ്ടെത്തി നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കുകയും വേണം. അവരാദ്യം ആ ഒരു ഫീൽഡിൽ നിന്ന് പുറത്തെടുത്താലേ നമുക്ക് അവരെ അടുത്ത് ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇവരതിലങ്ങ് കുരുങ്ങിപ്പോയി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഹൃദയത്തിനകത്ത് ചിലത് പതിഞ്ഞു പോയി കാണുന്ന ഒരവസ്ഥ. അതല്ല ഓപ്പൺ വിഷൻ ഒന്നും അങ്ങനെ ഒന്നും പറഞ്ഞാൽ. അപ്പം ഞാൻ അങ്ങനെ കണ്ടു. അത് ഒരാഴ്ച എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ അതെല്ലാം നീങ്ങിപ്പോട്ടെ, ആ പിക്ചറുകളെല്ലാം. പിന്നെ അതെല്ലാം ശരിയായി കേട്ടോ, എല്ലാം ഓക്കെ ആയി. പിന്നെ അധിക സമയം ഇപ്പോൾ കർത്താവിനോട് കൂടെ ഇരിക്കാൻ എനിക്ക് സമയം കിട്ടുന്നുണ്ട്. പൂച്ചകളെല്ലാം വേറൊരു വീട്ടിൽ സുഖമായിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, എല്ലാത്തിനും നന്ദിയോടെ സ്തോത്രം. അപ്പോൾ നമ്മൾ ഈ ഓപ്പൺ വിഷൻ കാണുമ്പോൾ നമുക്കത് വളരെ ഭംഗിയായിട്ട് ദൈവം നമ്മുടെ മുന്നിൽ കാണിക്കും. ദൂതൻ ചിലപ്പോൾ വന്ന് സംസാരിക്കാം, ചിലപ്പോൾ ദൈവം തന്നെ നമ്മളോട് വന്ന് സംസാരിക്കാം. അതിൽ നമുക്ക് ശബ്ദം കേൾക്കാനായി പറ്റും, നമുക്കത് കാണാനായും പറ്റും നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ചിലപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാവാം. നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെ വിഷൻസ് കാണിക്കണം, ഞാൻ കാണാനായി ഇരിക്കുക. എത്ര സമയം നിങ്ങൾ ഇരിക്കും കാണാനായിട്ട്? എത്ര സമയം? ഒരു ദിവസം ഇരുന്ന് കണ്ടില്ല, അടുത്ത ദിവസം ഇരുന്ന് ഓപ്പൺ വിഷൻ ഒന്നും കണ്ടില്ല, മൂന്നാം ദിവസം ഇരിക്കുമ്പോൾ ഇന്ന് ഇനിയിപ്പോൾ ഒന്നും കാണാനായിട്ട് പോകുന്നില്ല, ഇന്നിപ്പോൾ ഇരിക്കണ്ട. അങ്ങനെയല്ല. മുമ്പേയൊക്കെ ഉണ്ടല്ലോ ഈ അന്യഭാഷ ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഹസ്ബൻഡ് എൻ്റെ കൂടെ ഇരിക്കാറുണ്ട്. ഒന്നാം ദിവസം പ്രാർത്ഥിച്ചു, ഒന്നും നടന്നില്ല. രണ്ടാം ദിവസം പ്രാർത്ഥിച്ചു, ഒന്നും നടന്നില്ല. മൂന്നാം ദിവസം പ്രാർത്ഥിച്ചു, കൈപിടിച്ച് പ്രാർത്ഥിക്കുക രാത്രി ഇരുന്ന് കേട്ടോ, ഒന്നും നടക്കുന്നില്ല. നാലാം ദിവസം നമ്മൾ വിട്ടില്ല, പ്രാർത്ഥിച്ചു. അഞ്ചാം ദിവസവും പ്രാർത്ഥിച്ചു. എനിക്ക് തോന്നുന്നു ഒരു മാസം പ്രാർത്ഥിച്ചു. അടുത്ത മാസം അത് ലഭിച്ചു. ഹല്ലേലൂയ. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ദൈവത്തിൽ നിന്നും പ്രാപിക്കേണ്ട ചിലത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കുറച്ചൊന്ന് കഷ്ടപ്പെടാനായിട്ട് തയ്യാറായാലേ നമുക്കത് കിട്ടത്തുള്ളൂ. അത് കിട്ടുന്നവരെയും പ്രാർത്ഥിക്കണം. ഒരു മാസം പ്രാർത്ഥിച്ചു, അടുത്ത മാസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ അന്യഭാഷ തൻ്റെ നാവിലൂടെ വരുന്നത് ഞാൻ കേട്ടു. ഹല്ലേലൂയ. നമ്മളന്ന് ഒത്തിരി സന്തോഷിച്ചു. ഹല്ലേലൂയ. ഒരാൾ ആത്മാവിനാൽ നിറഞ്ഞാൽ അടുത്ത ആൾക്ക് നിങ്ങൾക്കത് പകർന്നു കൊടുക്കാനായി സാധിക്കും. ഹല്ലേലൂയ. ഒരാൾ പ്രകാശിച്ചാൽ നിങ്ങളുടെ വീട്ടിലുള്ള മുഴുവൻ പേരും പ്രകാശിക്കാനായിട്ടിടയാവും. ഹല്ലേലൂയ. അതങ്ങനെയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റിയുടെ കണക്ഷൻ എടുത്താൽ എല്ലാ വീട്ടിലും എല്ലാ മുറിയിലും ലൈറ്റ് ഇട്ടാൽ കത്തത്തില്ലേ? അത് കത്തും അല്ലേ? ഒറ്റ കണക്ഷൻ മതി, കണക്ഷൻ ഒന്ന് മതി. ഹല്ലേലൂയ. നിങ്ങൾ ആദ്യം ദൈവത്തിലേക്ക് വന്നാൽ നിങ്ങൾ നോക്കരുത് ഇപ്പോൾ നിങ്ങളുടെ കൂടെ ആരുമില്ലല്ലോ, പ്രാർത്ഥിക്കാൻ ആരുമില്ലല്ലോ, ദൈവസന്നിധിയിൽ ഇരിക്കാൻ ആരുമില്ലല്ലോ. വേണ്ട, നിങ്ങൾ ഒറ്റയ്ക്ക് മതി. നിങ്ങൾ ആദ്യം ആ ഹെവനുമായിട്ടുള്ള സ്വർഗവുമായിട്ടുള്ള ഒരു കണക്ഷനിലേക്ക് നിങ്ങൾ വരണം. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ പ്രശ്നങ്ങളാണെന്ന് പറയുന്നവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എവിടാണ് പ്രശ്നമെന്ന് അറിയാമോ? സ്വർഗവുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കുന്നത്. ആരാണ് ആ കണക്ഷനെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത്? ഏത് കുടുംബം എടുത്താലും, ഞാൻ ഒത്തിരി ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നതാണ്. പ്രശ്നമുള്ള കുടുംബങ്ങളിലെല്ലാം എനിക്ക് ചെന്ന് കയറിയാൽ കാണാം വലിയ ബ്ലോക്ക് ആത്മമണ്ഡലത്തിൽ കാണും. മനസ്സിലാവുന്നുണ്ടോ? പിശാചിൻ്റെ പണി എന്താണെന്ന് അറിയാമോ? ദൈവവുമായിട്ടുള്ള ബന്ധം ഉണ്ടാകാതിരിക്കാൻ അവൻ ഇടയ്ക്ക് ബ്ലോക്ക് വയ്ക്കും. മനസ്സിലാവുന്നുണ്ടോ? ബ്ലോക്ക് വയ്ക്കും. ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അനുഗ്രഹങ്ങൾ ഇതാ ഇവിടെ വന്ന് കിടക്കുക.
ഇവിടെ ഒരു പാറയുടെ ഒരു ഷീറ്റ് വേണ്ട, ഒരു ഗ്രാനൈറ്റിന്റെ ഷീറ്റ് വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഈ അനുഗ്രഹങ്ങൾ എപ്പോഴെങ്കിലും നമ്മളിലേക്ക് വരുമോ? ഇല്ല. സ്വർഗവുമായിട്ടൊരു കണക്ഷൻ എപ്പോഴാണോ നമുക്ക് വരുന്നത്, ഒരു ഓപ്പൺ ഹെവന്റെ അനുഭവം നമുക്കുണ്ടാവണം. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ നാളുകളിലൊക്കെ പറഞ്ഞു, പിശാച് വലിയ തന്ത്രശാലിയാണ്. നമ്മളെ ദൈവവുമായിട്ട് ബന്ധിപ്പിക്കാതിരിക്കാൻ അവൻ എന്തെല്ലാം ചെയ്യുമോ അതെല്ലാം ചെയ്യും. നിരാശകൾ കൊണ്ടിടും, പ്രശ്നങ്ങൾ കൊണ്ടിടും, ഭാരങ്ങൾ കൊണ്ടിടും, രോഗങ്ങൾ കൊണ്ടിടും. ഇതെല്ലാം നമ്മുടെ മുകളിൽ ഒരു വലിയ ഒരു പാറയുടെ ഷീറ്റ് പോലെ ഇങ്ങനെ ആവും. പിന്നെ നമ്മൾ എന്ത് ചെയ്യില്ല? ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് നമുക്ക് വരാൻ കഴിയില്ല. നമ്മൾ എന്ത് ചെയ്യും? ഈ പാറയുടെ അടിയിൽ നമ്മൾ സ്വയം ദുഃഖിച്ചും നിരാശപ്പെട്ടും നീറിയും ജീവിക്കുന്ന ഒരവസ്ഥ വരും. ഹല്ലേലൂയ. എത്രയോ കുടുംബങ്ങളിൽ ഞാനത് കണ്ടിട്ടുള്ളതാണെന്നറിയാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ തുരക്കണം, ഇതിൽ ഹോളുണ്ടാക്കണം. ഇവൻ ഇട്ടേക്കുന്നില്ലേ ഈ മണ്ഡലം, മണ്ഡലം, ഈ മണ്ഡലത്തെ നമ്മൾ പൊട്ടിക്കണം. അതിനാർക്ക് കഴിയും? നമുക്ക് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശക്തിയായ പരിശുദ്ധാത്മാവിനെ കൊണ്ടേ അത് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ ഇരിക്കണം. ഇത് ഒറ്റ ദിവസം കൊണ്ട് ചിലപ്പോൾ നടക്കില്ല. നിങ്ങൾക്കറിയാമല്ലോ, വലിയ കട്ടിയുള്ള വലിയൊരു ഷീറ്റിൽ എനിക്കൊരു ഹോൾ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഈ വെൽഡ് ചെയ്യുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ടോ? അവർ ഈ ഒരു തീ പോലെ ഒരു സംഭവം ഉണ്ട്, അതിനെന്താണ് പറയുന്നത് നിങ്ങൾ? ഗ്യാസ് വെൽഡ്. ഓക്കെ, ഗ്യാസ് വെൽഡ് എടുത്ത് ഇങ്ങനെ പിടിക്കും, അത് ഉരുകി ഇളകി വരും. സൂപ്പർ. അതിപ്പം ഞാനിങ്ങനെ കാണുന്നതങ്ങ് പറയും, അത് നേരത്തെ ചിന്തിച്ചതൊന്നുമല്ല. അത് വെച്ച് ഗ്യാസ് വെൽഡ് വെച്ച് ഞങ്ങൾ പറയുക. അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഇളകി ഒത്തിരി സമയം അത് ചെയ്യണം അല്ലേ? ഒത്തിരി സമയം ചെയ്യണം. കട്ടായി വരും. അത് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു അഗ്നി നമ്മളിൽ നിന്ന് പുറപ്പെടും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ശരീരത്തിൽ നിന്നും നാവിൽ നിന്നും എല്ലാം അഗ്നി പുറപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ പുറപ്പെടുന്ന അഗ്നി ഉണ്ടല്ലോ, മുകളിലേക്ക് പോകുമ്പോൾ ഇതുപോലെ ഗ്യാസ് വെൽഡർ വെച്ച് കട്ട് ചെയ്തെടുക്കുന്ന പോലെ അവൻ കെട്ടിയതെല്ലാം പൊളിച്ചോണ്ട് ഇതങ്ങ് സ്വർഗത്തിലോട്ട് പോകും. ഹല്ലേലൂയ, സ്തോത്രം. അന്നേരം നിങ്ങൾ പ്രാർത്ഥിച്ച മറുപടികൾ കെട്ടിക്കിടക്കുന്നില്ലേ, ആ ഹോളിലൂടെ ഇറങ്ങി വന്നോളും. ഹല്ലേലൂയ. പലതും നിങ്ങൾ കാണാത്തതിന്റെ പ്രശ്നം അതാ. മറുപടികളെല്ലാം ദൈവം അയച്ചാലും അവൻ അവിടെ തടഞ്ഞു വെക്കുന്ന മേഖലകളുണ്ട്. ഹല്ലേലൂയ. അത് നമ്മൾ പൊട്ടിച്ചെടുക്കണമെങ്കിൽ സിസ്റ്ററെ പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കും, അതുകൊണ്ട് കാര്യമില്ല. മനസ്സിലാവും? അതുകൊണ്ട് അത് പൊട്ടില്ല. നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കണം. ഫാസ്റ്റ് ആൻഡ് പ്രേ. ഉപവസിച്ചു പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ആത്മശക്തി കൂട്ടണം. ഹല്ലേലൂയ. ഒരിക്കൽ കർത്താവ് എന്നോട് പറഞ്ഞു, ഇപ്പൊ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും നടക്കുന്നില്ല. കർത്താവ് പറഞ്ഞു, സിംഹം പോലെ ശക്തി ആർജിക്കണം എന്ന് പറഞ്ഞു. സിംഹം പോലെ ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ ശക്തിപ്പെടും? ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാൻ എന്ത് ചെയ്തു? എനിക്ക് ആകെ അറിയാന്നുള്ള അന്യഭാഷയും, വേറെ ഒന്നും ചെയ്യാനും ഒന്നും അറിഞ്ഞൂടാ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഊണിലും ഉറക്കത്തിലും അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും നടക്കുമ്പോഴും പിള്ളേരൊക്കെ അമ്മയ്ക്ക് എപ്പോഴും ഇത് തന്നെ പറയാറുണ്ട്. എനിക്കിതല്ലേ അറിയാം. ഞാനിതങ്ങ് പറയാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ആഴ്ചകൾ ഞാനിത് പറഞ്ഞുകൊണ്ട് നടന്നു. ഒരു ദിവസം രാത്രി എനിക്കൊരു വിഷൻ ഉണ്ടാവുകയാണ്. കുറേ പൈശാചിക ശക്തികൾ ഇങ്ങനെ വന്നു കൂടുമ്പോൾ ഞാൻ എഴുന്നേറ്റ് സിംഹം പോലെ ഇങ്ങനെ ഗർജിക്കുക അവർക്ക് നേരെ. മനസ്സിലാവും? ഇതെല്ലാം അങ്ങ് ചെതറിപ്പോവുകയാണ്. അപ്പോൾ കർത്താവ് എന്ത് പറഞ്ഞു? ഓക്കെ, പെർഫെക്റ്റ് ആയിപ്പോൾ. അപ്പോൾ ഈ ശക്തി ആർജിക്കുന്നത് വേറൊരാൾക്ക് നിങ്ങൾക്ക് ആ ശക്തി എടുത്ത് തരാൻ പറ്റില്ല. ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, യേശുവേ ഈ സഹോദരിക്ക് ശക്തി നൽകണമേ, ഈ സഹോദരന് ശക്തി നൽകണമേ പറഞ്ഞു. അപ്പം ഈ ശക്തി സ്വീകരിക്കേണ്ടതും ആർജിക്കേണ്ടതും ആരാണ്? നിങ്ങളാണ്. എനിക്കത് വേറൊന്നും ചെയ്തു തരാൻ പറ്റില്ല. ഞാൻ ആ ശക്തിയുടെ സ്രോതസ്സിനെ പരിചയപ്പെടുത്തി തരുന്ന ആളാണ്. ശക്തി തരുന്ന ആൾ ഞാനല്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, ഹല്ലേലൂയ, ആ ഒരു ശക്തിയെ നിങ്ങൾ ആർജിക്കണം. ഓരോ ദിവസവും ദൈവസന്നിധിയിൽ ഇരിക്കുകയും അത് ആർജിക്കുകയും നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മമണ്ഡലത്തിന് മുകളിൽ ഒരു ഒരു ഓപ്പൺ ഹെവൻ നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയും വേണം. ഹല്ലേലൂയ. അത് എനിക്കൊന്നും ഉണ്ടാക്കി തരാൻ പറ്റില്ല. നിങ്ങളിരിക്കണം ദൈവസന്നിധി. അതാ ഞാൻ പറഞ്ഞത്, കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യേണ്ട പരിപാടിയോ ഫ്രീ ആയിട്ട് കിട്ടുന്ന
ഫ്രീ ഗിഫ്റ്റൊക്കെ തന്നെയാണ് പരിശുദ്ധാത്മാവ്. പക്ഷേ നമ്മൾ ദൈവസന്നിധിയിൽ അതിനുവേണ്ടി സമയം വേർതിരിച്ചിരുന്നെങ്കിലേ മതിയാകും. ഈ ഒരു ഓപ്പൺ ഹെവൻ്റെ അനുഭവം നിങ്ങൾക്കുണ്ടാകുമ്പോൾ സകല ബ്ലോക്കുകളും മാറ്റി നിങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് എത്തുന്ന ഒരു നിലവാരത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ എവിടെ നടന്നാലും നിങ്ങൾക്ക് മുകളിൽ ആ തുറന്ന സ്വർഗം ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും അതിന് മറുപടി വരുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ആ തുറന്ന സ്വർഗത്തെ വഹിക്കുക എന്ന. സ്തോത്രം, ഹല്ലേലൂയ. കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ ആയി നിങ്ങൾക്ക് സ്വർഗവുമായിട്ടുള്ള. അത് വളരെ വേഗം നമ്മുടെ ജീവിതത്തിൽ വേണം. ഹല്ലേലൂയ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. പലരും വിശ്വാസം ത്യജിച്ചുകൊണ്ടിരിക്കുക. ശരിയല്ലേ ഞാൻ പറയുന്നത്? പലരും വിശ്വാസം ത്യജിക്കുക. ഒന്നാമത്തെ തലമുറ അപ്പനും അമ്മച്ചി അപ്പച്ചനും പെന്തക്കോസിലുള്ളവരായി, രണ്ടാമത്തെ തലമുറ പെന്തക്കോസിലെ അനുഭവത്തിലുള്ളവരായി, മൂന്നാമത്തെ തലമുറ നോക്കുമ്പോൾ അവരിതിൽ നിന്നൊക്കെ വിട്ടുപോയി. എന്തുകൊണ്ട് അവരതിൽ നിന്ന് വിട്ടുപോയി? ദൈവമായിട്ടുള്ള ബന്ധം എവിടെ വെച്ചോ നഷ്ടപ്പെട്ടു പോയി. ഓപ്പൺ ഹെവന്റെ അനുഭവം അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ദർശനങ്ങൾ, വെളിപ്പാടുകൾ നഷ്ടപ്പെട്ടു പോയി. ആ തീ അണഞ്ഞു പോയി. തലമുറകൾ പോയി. ഞങ്ങളൊരു ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അമ്മച്ചി പെന്തക്കോസ് അനുഭവത്തിൽ വന്ന ആളാണ്. അപ്പനും അമ്മയും പെന്തക്കോസ് അനുഭവത്തിൽ നിൽക്കുക. മക്കളോട് ചോദിക്കുമ്പോൾ ദൈവമൊന്നുമില്ല. ഇവർക്കൊന്നും തലയ്ക്ക് നല്ല സുഖമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ദൈവം ദൈവം എന്ന് പറഞ്ഞ് നടക്കുക. ദൈവം ഇല്ല. നിരീശ്വരവാദികളായ മൂന്നാം തലമുറ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞ എന്താ മോനെ നീ ദൈവമില്ലെന്ന് പറയുന്നേ? അവർ പറയുന്ന മറുപടിയാണ്, ഞാൻ ഒത്തിരി കാര്യങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അതൊന്നും ദൈവം എനിക്ക് തന്നില്ല. ഏത് ദൈവം ഉണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് ഉത്തരം. എൻ്റെ കൂടെ പഠിച്ച എല്ലാ കുഞ്ഞുങ്ങളും ഗൾഫിലും ദുബായിലും മസ്കറ്റിലും എല്ലാം പോയി. ഞാൻ ദൈവത്തോട് എത്ര പ്രാവശ്യം ചോദിച്ചു, ഞാൻ മാത്രം ഇങ്ങനെ ഇന്ന് കഷ്ടതയിലായിരിക്കുന്നു. ദൈവം ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കുമോ? ഇതിന് നിങ്ങളാണെങ്കിൽ ഏത് മറുപടി പറയും? നിങ്ങളാണെങ്കിൽ എന്ത് മറുപടി ആയിരിക്കും പറയുക? അപ്പൊ ആ കുഞ്ഞിനെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന എന്താ? നീ ദൈവത്തോട് ചോദിച്ചാൽ നിനക്ക് ഗൾഫിൽ പോകാം. അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടല്ലേ അവ അത് പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് പറയുന്നത്. നീ യേശുവിനോട് പറഞ്ഞാൽ നിന്റെ കൂട്ടുകാരെക്കാളും നിനക്ക് മുകളിൽ പറക്കാൻ പറ്റും അല്ലേ? അത് പഠിപ്പിച്ചിരിക്കും അവര്. ശരിയല്ലേ? ശരിക്കും നമ്മൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച എന്തിനാണ്? പോയി, എല്ലാം പോയി, ബ്ലാങ്ക് ആയി പോയി. എന്തിനാണെങ്കിലേ ഞങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ജോസഫ് എന്ന പേര് ജോസഫിനെ പോലെ ആയി വരട്ടെ. പറഞ്ഞ് ശരിക്കും എന്തിനാണ് നമ്മൾ യേശുവിനെ സ്വീകരിച്ചത്? നമ്മുടെ പാപക്ഷമയ്ക്കും നിത്യജീവനും വേണ്ടിയാണ്. പക്ഷെ അത് ഈ മൂന്നാം തലമുറ വന്നപ്പോൾ ഇവർക്ക് അറിയത്തില്ലെന്നേ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? മൂന്നാം തലമുറ പെന്തക്കോസ് അനുഭവത്തിലേക്ക് കയറി വന്ന കുഞ്ഞുങ്ങൾക്ക് അവർ നിത്യജീവന് വേണ്ടിയാണ് യേശുവിനെ സ്വീകരിച്ചതെന്ന് അറിയത്തില്ല. അത് എവിടെ പോയി അവരുടെ ഉള്ളിൽ നിന്ന്? വേദനയാ. ഞാൻ വേദനയോടെയാണ് ഞാനിത് സംസാരിക്കുന്നത്. എന്തിനാണ് യേശു എന്ന് അവനറിയില്ല. അവൻ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ? അവൻ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം തരുന്ന ഒരു ബാങ്ക് അക്കൗണ്ട് അല്ലേ, അതുപോലെ അല്ലെങ്കിൽ ഒരു ATM കൗണ്ടർ പോലെ ദൈവമാണെന്നാണ് ഇവൻ വിചാരിക്കുന്നത്. അപ്പൊ ഇത് തന്നില്ലെങ്കിൽ ഇത് ദൈവമല്ല. തീർന്നു. വിശ്വാസം അനേകർ വിട്ടുപോകുന്ന ഒരു സീസണാണിത്. നമ്മൾ ദൈവവുമായി നേരിട്ട ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മളും നമ്മുടെ തലമുറകളും അടുത്ത് പിന്നെ ദൈവം ഇല്ലെന്ന് പറയും. അനേക യുവാക്കൾ എന്ന് പറയുന്നുണ്ട് ദൈവം ഇല്ല, ഒരു ശക്തിയുണ്ട്. ശക്തി. നിരീശ്വരവാദികളോട് ചോദിച്ചാൽ അവർ പറയും ദൈവമൊന്നുമില്ല, പേരുമില്ല, പക്ഷെ ഒരു ശക്തിയുണ്ട്. ഏത് ശക്തി? പ്രപഞ്ച ശക്തി. ശരി, അത് എന്ത് ശക്തിയാണെന്ന് അവർക്കും അറിയില്ല, ഈ പറഞ്ഞു കൊടുക്കുന്നവർക്കും അറിയില്ല. ഹല്ലേലൂയ. എന്നാൽ നമുക്കറിയാം അല്ലേ? യേശു എന്നുള്ള നാമമേ ലോകമെങ്ങും വിശേഷനാമമേ. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരു ശക്തി ഉണ്ടെന്നല്ല, ഒരേ ഒരു നാമമേ ഉള്ളൂ. അവനൊരു പേരുണ്ട്. ദാറ്റ് ഈസ് ദ നെയിം എബവ് ഓൾ ദ നെയിം, ജീസസ് നെയിം. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമം എല്ലാ നാമത്തിനും മേലായ നാമം. നമുക്കൊരു പേരുണ്ട്. ഹല്ലേലൂയ. അതാണ് നമ്മുടെ അഭിമാനം. പേരില്ലാത്ത ഒരാളല്ല ശക്തി എന്ന് പറഞ്ഞ് നമ്മൾ ഓടാനായിട്ട്. നമ്മളിതെല്ലാം മനസ്സിലാക്കണം. അന്ത്യകാലത്ത് നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇങ്ങനെ ദൈവവുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബന്ധം നമുക്കും നമ്മുടെ തലമുറകൾക്കും ഉണ്ടാകണം, അല്ലെങ്കിൽ അവരും വീഴും. ഹല്ലേലൂയ. വീഴാൻ കർത്താവ് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞത്. അനേകർ വിശ്വാസം വിട്ട് തിരിച്ചു പോകും. എന്തുകൊണ്ടെന്നറിയാമോ?
അവരുടെ ഇടയിലുള്ള സ്നേഹം തണുത്തു പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും വഞ്ചന, ചർച്ചുകൾക്കിടയിൽ അടി, ലീഡർഷിപ്പിന് വേണ്ടിയുള്ള ബഹളം. ഹല്ലേലൂയ. അതിനകത്ത് അടിയ. കാരണം ഇവർക്കൊന്നും ദൈവമായിട്ടുള്ള ബന്ധമില്ല. ഞാൻ പറയട്ടെ, ഓരോ വിശ്വാസികളും, എന്നെ കേൾക്കുന്ന, ദൈവവചനം ശുശ്രൂഷിക്കുന്ന ദൈവത്തിൻ്റെ ദാസിമാരെ, ദൈവത്തിൻ്റെ ദാസന്മാരെ എല്ലാവരോടും കൂടെ ഞാൻ പറയട്ടെ, ഞാൻ പറയാൻ ആരും ആയതുകൊണ്ടല്ല പറയുന്നത്, നിങ്ങളുടെ താഴെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നവരെ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുവരിക. ഹല്ലേലൂയ. ഒരു ഓപ്പൺ ഹെവൻ എക്സ്പീരിയൻസ് അനുഭവത്തിലേക്ക് അവരെ കൊണ്ടുവന്നില്ലെങ്കിൽ അവരും വീഴും, അവർ നടത്തിക്കൊണ്ട് പോകുന്നവരും വീഴും. ഹല്ലേലൂയ. നമ്മുടെ ആത്മ കണ്ണുകൾ തുറന്നില്ലെങ്കിൽ എന്താ പറ്റുക? ഞാനും ഒന്നും കാണില്ല, നിങ്ങളും ഒന്നും കാണില്ല ഒരിക്കലും. മനസ്സിലാവുന്നുണ്ട്? അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അനേകയിടത്ത്. കർത്താവ് പറഞ്ഞു, കുരുടന്മാരായ വഴികാട്ടികളെ, നിങ്ങൾ കയ്യോ കഷ്ടം, നിങ്ങൾ കണ്ണു തുറന്നൊന്നും കാണുന്നില്ല, അതുകൊണ്ട് നിങ്ങളും ദൈവരാജ്യത്തിൽ പോകില്ല, ദൈവരാജ്യത്തിൽ കടക്കുന്നവർക്ക് നിങ്ങൾ വഴി അടച്ചു കളയും. ഈ കണ്ണ് തുറക്കാത്തവർക്ക് ഒരിക്കലും ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ, അവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആത്മകണ്ണുകൾ തുറക്കട്ടെ, തുറക്കട്ടെ, തുറക്കട്ടെ. തുറക്കാനായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ദൈവവുമായിട്ട് നിങ്ങൾ നേരിട്ടൊരു ബന്ധത്തിലേക്ക് വരിക, ദൈവത്തിൻ്റെ സ്വരം നിങ്ങൾ കേൾക്കുക എന്നെല്ലാം ഞാൻ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. ഒരു കാര്യം കൂടി ഓപ്പൺ വിഷനെ കുറിച്ച് പറഞ്ഞിട്ട് ഞാനിപ്പോൾ നിർത്താനായിട്ട് പോവുക. ഹല്ലേലൂയ. ഈ കണ്ണ് തുറക്കുന്ന അനുഭവം ഞാനൊന്ന് പറഞ്ഞു തരാനായിട്ട് പോവുക കേട്ടോ. ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം, 2 രാജാക്കന്മാർ 6-ാം അധ്യായം നമുക്ക് കടന്നു വരാം. വായിക്കാമോ? 8 മുതൽ വായിക്കാമോ? അനന്തരം അരാം രാജാവിന് ഇസ്രായേലിനോട് യുദ്ധമുണ്ടായി. മുന്നിന്ന സ്ഥലത്ത് പാളയം ഇറങ്ങണം എന്നിങ്ങനെ അവൻ തന്റെ ഭൃത്യന്മാരുമായി ആലോചന കഴിച്ചു. എന്നാൽ ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിനോട്, ഇന്ന സ്ഥലത്തു കൂടി കടക്കാതിരിക്കാൻ സൂക്ഷിക്കുക, അരാമ്യർ അവിടേക്ക് വരുന്നുണ്ട് എന്ന് പറയിച്ചു. ദൈവപുരുഷൻ പറഞ്ഞും പ്രബോധിപ്പിച്ചും ഇരുന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് ആളയച്ചു. അങ്ങനെ അവൻ ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യവുമല്ല തന്നെത്താൻ രക്ഷിച്ചത്. ഇത് ഹേതുവായി അരാം രാജാവിന്റെ മനസ്സ് ഏറ്റവും കലങ്ങി. മതി. ഇനി അതിന്റെ 12-ാം വാക്യം വായിച്ചോ. അവന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ യജമാനനായ രാജാവേ, കാര്യം അങ്ങനെയല്ല. നീ ശയനഗൃഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേലിലെ പ്രവാചകനായ എലീശ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ, ആമേൻ. അപ്പോ ശത്രു സൈന്യം, ശത്രു പാളയത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ അറിയുന്ന ഒരു പ്രവാചകൻ. മനസ്സിലായോ? ഇതെങ്ങനെ ആ പ്രവാചകൻ മനസ്സിലാക്കുന്നു? ശത്രു സൈന്യം, ശത്രു പാളയത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ, 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ ഓരോ രാജ്യവും എങ്ങനെ ആക്രമിക്കാമെന്ന് തീരുമാനിക്കും, അതിലെ രാജാവിനെ എങ്ങനെ കീഴടക്കാമെന്ന്. ഹല്ലേലൂയ. നിങ്ങൾ മറന്നു പോകരുത്, നമ്മൾ ദൈവരാജ്യത്തിലെ ദൈവത്തിൻ്റെ മക്കളാണ്, രാജാക്കന്മാരാണ്. പിശാചിൻ്റെ കണ്ണെന്ന് പറയുന്നത് ദൈവത്തെ അറിയാത്തവരെ നശിപ്പിക്കുക എന്നല്ല, ദൈവ മക്കളായവരെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന്. അപ്പോൾ ഇവൻ്റെ പാളയത്തിനകത്ത് ആലോചനകൾ ഇടും. അവൻ ഒരു കൗൺസിൽ യോഗം കൂടും. പിശാച് ഇവനെ എങ്ങനെ തകർക്കാം, ഇവളെ എങ്ങനെ തകർക്കാം, ഇവനെ ഏത് പാപത്തിനകത്ത് പെടുത്താം, കൗൺസിൽ ഇടുക, ആലോചനകൾ നടത്തും. നിങ്ങൾക്കറിയാമോ, വളരെ നന്നായി ഉപയോഗപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാരെയും ഒക്കെ പിശാച് പാപത്തിലിട്ടുകളെ. ലൈംഗികമായ സ്ത്രീ വിഷയങ്ങൾ, കാശിൻ്റെ വിഷയങ്ങൾ എല്ലാത്തിലും ഇവരെ ഉൾപ്പെടുത്തി വലിച്ചു തള്ളിയിട്ടുകളെ. എന്നാൽ ഈ പിശാച് ഇവിടെ ഈ പാളയത്തിൽ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാൻ കഴിഞ്ഞാലോ? മനസ്സിലാവുന്നത്? അവൻ തീരുമാനമെടുക്കുമ്പോഴേ നമുക്കറിയാൻ കഴിയണം. ഈ എലീശ പ്രവാചകൻ അയൽ രാജാക്കന്മാർ ആക്രമിക്കാൻ വരുന്നത് അവൻ ശയനഗ്രഹത്തിൽ എന്ന് പറഞ്ഞാൽ അവൻ കിടപ്പുമുറിയിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ പോലും ഇവിടത്തെ രാജാവിനെ അറിയിക്കുമായിരുന്നു. എങ്ങനെ അത് പോസിബിളായി? ഒരു തുറന്ന സ്വർഗത്തിൻ്റെ കീഴിൽ നമ്മൾ വരണം. ഹല്ലേലൂയ. സ്വർഗത്തിലെ എല്ലാ കാര്യങ്ങളും കാണാനായിട്ട് നമുക്കൊരു തലം ഓപ്പണായി കിട്ടണം. ഹല്ലേലൂയ. അങ്ങനെ ആവുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാനുള്ള ശക്തി ഉണ്ടാകും, പവർ ഉണ്ടാകും. താഴേക്ക് വരുമ്പോൾ ഈ പ്രവാചകനെ പിടിക്കാനായിട്ട്
അവിടെ 14-ാം വാക്യത്തിൽ അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെയും കുതിരകളെയും രഥങ്ങളുമായി അയച്ചു. അവർ രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഇനി പിടിക്കേണ്ട ആരാണ്? ഈ പ്രവാചകനെ പിടിച്ചാൽ എന്ത് പറ്റത്തുള്ളൂ? കാരണം ഇവനാണ് എല്ലാ കാര്യങ്ങളും രാജാവിനെ അറിയിക്കുന്നത്. അപ്പൊ ശത്രുവിന് എപ്പോഴും നോട്ടം എന്താണ്? ആരാണോ സ്വർഗത്തിൽ നിന്ന് കാര്യങ്ങളെല്ലാം ഗ്രഹിച്ച് എടുത്ത് ജനത്തെ കൊടുക്കുന്നത് അവനെ നോട്ടം ഇടാൻ തുടങ്ങും. കാരണം അവനെ പൂട്ടിയാൽ എന്ത് ചെയ്യാം? അവന്റെ പദ്ധതികളെല്ലാം ആ ദേശത്ത് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, നിങ്ങൾ ദൈവദാസന്മാർക്ക് വേണ്ടിയും ദൈവദാസിമാർക്ക് വേണ്ടിയും നിങ്ങളെ നടത്തുന്നവരെ ഓർത്തൊക്കെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവർ ചെയ്യുന്നത് നിസ്സാരമായ ഒരു യുദ്ധമല്ല. ഹല്ലേലൂയ. ഇവരെ പിടിക്കാനായിട്ട് ഈ പട്ടാളവും സൈന്യവും വന്നപ്പോൾ ഈ പ്രവാചകനെ ശുശ്രൂഷിക്കുന്ന ബാല്യക്കാരൻ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ കുതിരകളും രഥങ്ങളും എല്ലാം കൂടെ അങ്ങ് വളഞ്ഞു. ഇവൻ ആകെ പേടിച്ചു. ഗേഹസി എന്നാ പുള്ളിക്കാരൻ്റെ പേര്. പേടിച്ചിട്ട് പറഞ്ഞു, അയ്യോ ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിന്റെ കണ്ണ് ഇതുവരെ തുറന്നിട്ടില്ല, പക്ഷെ എൻ്റെ കണ്ണ് തുറന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നിനക്ക് നീ കാണാത്തൊരു കാര്യം ഇപ്പോൾ കാണിച്ചു തരാൻ പോകുക. താഴത്തെ വാക്യത്തിൽ, അതിനവൻ പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമെന്ന് പറഞ്ഞു. പിന്നെ എലീശ പ്രാർത്ഥിച്ച്, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണു തുറന്നു. എലീശായുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ഹല്ലേലൂയ. ഇത്രയും നേരം ഈ ബാല്യക്കാരൻ കണ്ടത് പുറത്തുള്ള സൈന്യത്തെയാണ്. ഇപ്പൊ കണ്ണ് തുറന്നപ്പോൾ കണ്ടത് അഗ്നിമയമായ കുതിരകളെയും സൈന്യത്തെയും. അതെങ്ങനെ കണ്ടു? ഇപ്പൊ രണ്ട് കണ്ണില്ലേ? ഉണ്ട്. അത് മനസ്സിലാക്കാൻ അവിടെ പറഞ്ഞുകൊണ്ട് വന്നത്. ആദ്യത്തെ കണ്ണുകൊണ്ട് നമ്മൾ ഈ പുറമേയുള്ള വിഷയങ്ങളെ കാണാൻ പറ്റും. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വ്യക്തികളെ നമ്മൾ കാണുന്നു. എന്നാൽ അകത്തെ കണ്ണു തുറന്നാൽ ഈ വ്യക്തികളിൽ കൂടി വ്യാപരിക്കുന്ന ശക്തിയെ നമ്മൾ കാണുന്നു. ഹല്ലേലൂയ. ഇതാണ് വ്യത്യാസം. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ നമ്മൾ കാണുന്നത് പോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള ദൂതന്മാരെയും നമുക്ക് കാണാൻ പറ്റും. സ്വർഗത്തിൽ ദൂതന്മാർ മാത്രമല്ല ഉള്ളത്, കുതിരകളുണ്ട്, മൃഗങ്ങൾ, രഥങ്ങളുണ്ട്, പക്ഷികളുണ്ട്. ഇപ്പൊ ഇവിടെ അഗ്നിമയമായ കുതിരയെ പറഞ്ഞില്ലേ, രഥത്തെ പറഞ്ഞില്ലേ, ഇതെല്ലാം സ്വർഗത്തിലുള്ളതാണ്. ഹല്ലേലൂയ. ഇവിടെ നമുക്കൊരു വാഹനത്തെ കാണാൻ പറ്റുമെങ്കിൽ, ഇവിടെ നമുക്കൊരു കുതിരയെ കാണാൻ പറ്റുമെങ്കിൽ സ്വർഗത്തിലുള്ള കുതിരയെ കാണാൻ പറ്റില്ലേ? അഗ്നിമയമായ കുതിര മാത്രമല്ല, സ്വർഗത്തിൽ വെള്ള കുതിരയുണ്ട്, മഞ്ഞ കുതിരയുണ്ട്, ചുവന്ന കുതിരയുണ്ട്. ഇതൊക്കെ എവിടെയാണ്? ബൈബിളിലുണ്ടോ? സിസ്റ്റർ ബൈബിൾ ഇല്ലാത്ത പറയുന്നെന്നാണ് പറയുന്നത്. എനിക്കിപ്പോൾ പറയാൻ സമയമില്ല. വീട്ടിൽ പോയിട്ട് വെളിപ്പാട് പുസ്തകം റെവലേഷൻസിന്റെ 6-ാമത്തെ അധ്യായം എടുത്ത് വായിച്ചാൽ അവിടെ 2-ാം വാക്യത്തിൽ വെള്ള കുതിരയെ നമുക്ക് കാണാൻ പറ്റും, ചുവന്ന കുതിരയെ കാണാൻ പറ്റും, അടുത്ത വാക്യത്തിൽ കറുത്ത കുതിര, അടുത്ത വാക്യത്തിൽ മഞ്ഞ കുതിര, എല്ലാം ഉണ്ട്. എൻ്റെ ചോദ്യം, നിങ്ങൾക്കിത് കാണണ്ടേ? ഇതൊക്കെ പറഞ്ഞാലെങ്കിലും നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ടാവുമെന്ന് പറഞ്ഞാണ് ഇത് പറഞ്ഞു തരുന്നത്. ഹല്ലേലൂയ. സ്വർഗത്തിൽ പക്ഷികളുണ്ട്. ഒരു കാര്യം, ഒറ്റ ഉദാഹരണം മാത്രം, വേദഭാഗമൊന്നും എടുത്ത് വായിക്കുന്നില്ല. യേശു ക്രിസ്തു സ്നാനപ്പെട്ടു, വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ തൻ്റെ ശരീരത്തിൽ ആവസിച്ചു. ഏത് പ്രാവ്? ഇവിടെയുള്ള കരയിലുള്ള ഒരു പ്രാവ് ഇറങ്ങി വന്നെന്നാണോ പറഞ്ഞിരിക്കുന്നത്? അവിടെ സ്വർഗം തുറന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ പോയി വായിക്കണം, ഭവനത്തിൽ പോയിട്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിലുണ്ട്. സ്വർഗം തുറന്ന് പ്രാവ് എന്ന പോലെ ഇറങ്ങി. അപ്പൊ സ്വർഗത്തിലുള്ള പ്രാവല്ലേ? ശരിയാണോ അല്ലയോ? നമ്മൾ വിചാരിക്കുന്ന സ്വർഗം തുറക്കുമ്പോൾ ഭൂമിയിലുള്ള ഒരു പ്രാവ് എങ്ങാട്ടെന്ന് പറന്നു എന്നങ്ങ് തോളിയിരുന്നു. അല്ല, സ്വർഗം തുറന്ന് പ്രാവ് എന്ന പോലെ തൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. ഇതൊക്കെ സ്വർഗത്തിലുണ്ട്. ഇതൊന്നും നമ്മളെ കാണാനായിട്ട് ഒരു ഓപ്പൺ ഹെവൻ, ഓപ്പൺ വിഷൻ കാണണമെങ്കിൽ നമുക്കൊരു ഓപ്പൺ ഹെവൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതിനാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കണം. എനിക്കിത് പറഞ്ഞു തരാനേ പറ്റൂ. നിങ്ങൾക്കത് ദൈവം തീർച്ചയായും കാണിക്കും. നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരായി തീർന്നാൽ മതി. ഇനി അടുത്ത ദിവസങ്ങളിൽ ആത്മവിശുദ്ധിയിലോട്ട് വരാം. ഇന്നൊരു കാര്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് ഞാൻ വിചാരിച്ച എല്ലാം പറയാൻ പറ്റിയില്ല. ചൂട് കൂടി വരികയാണ്. ടാർപ്പായുടെ അടിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം ഞാൻ നിർത്തുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ ദൈവം ഒരാലയം നമുക്ക് തരുമ്പോൾ മണിക്കൂറുകൾ ഇതിങ്ങനെ നീണ്ടുപോകും കേട്ടോ.
സ്തോത്രം. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിച്ചാലോ? അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി എല്ലാം ഒന്നിച്ചിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് കേട്ടോ. യൂട്യൂബിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെ അറിയിക്കുന്നു. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. അടുത്തുള്ള ഭാഗങ്ങളൊക്കെ വരുന്ന നാളുകളിൽ ഞാൻ ഇതിലേക്ക് തന്നെ ഇടുന്നതാണ്. നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. വീണ്ടും ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾപ്പാനും അങ്ങ് തന്ന ഈ വലിയ അവസരത്തിനായി സ്തോത്രം. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് ഓപ്പൺ വിഷൻസിനെ കുറിച്ച് ചിന്തിക്കുവാൻ, കർത്താവേ, ആ തുറന്ന സ്വർഗത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടൊക്കെ ദൈവം സഹായിച്ചതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ ശബ്ദം കേട്ട എല്ലാ മക്കളെ ഏൽപ്പിച്ചു തരികയാണ്. കർത്താവേ, ഞാനിപ്പോൾ അവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് മുന്നിൽ പിശാച് വെച്ചിരിക്കുന്ന സകല തടസ്സങ്ങളെ എടുത്തു മാറ്റി ഈ നാളുകളിൽ ഒരു ഓപ്പൺ ഹെവൻസ് അവരുടെ മേൽ എൻ്റെ ദൈവം തുറക്കണം. അവർ പോകുന്നിടത്തെല്ലാം അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകട്ടെ. ദൂതന്മാരെ അവർ കാണട്ടെ. ദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടാകണം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവ മഹത്വം അവരുടെ മേൽ വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുത കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ആരെല്ലാമാണ് ഒത്തിരി ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടുകൂടെ ആയിരിക്കുന്നു, അവരെല്ലാം ദൈവം ഈ നാളുകളിൽ തൊടണം. യേശുവിൻ്റെ നാമത്തിൽ ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ. കർത്താവെ, അവർ ആത്മീയമായി വളരട്ടെ. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഒരു അനുഗ്രഹമായി തീരണം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം. ദൈവം സഹായിക്കട്ടെ. ആമേൻ.